നമസ്കാരം. കുറച്ച് മാസങ്ങളായി നമ്മുടെ മോഹിനിയാട്ടത്തിലൂടെ എന്ന യൂട്യൂബ് ചാനലിൽ ഞാനൊന്നും പോസ്റ്റ് ചെയ്യാറില്ല. എൻ്റെ മകൻ അജിത്തിൻ്റെ ദേഹവിയോഗം എന്നെ ശാരീരികമായും മാനസികമായും വല്ലാതെ തളർത്തിക്കളഞ്ഞു. എന്നാൽ അവനെപ്പോഴും പറയുമായിരുന്നു, അമ്മയുടെ അറിവ് അത് കുറച്ചാണെങ്കിലും വലുതാണെങ്കിലും, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും മറ്റുള്ളവരിലേക്ക് അമ്മ പകർന്നു കൊടുക്കണം എന്ന്. അങ്ങനെ അവൻ്റെ ഉത്സാഹത്തോടെയാണ് ആൽഫബറ്റിക് ഓർഡറിലുള്ള ഹസ്തപ്രയോഗങ്ങൾ ഞങ്ങൾ ആരംഭിച്ചത്. ഡി എന്ന ആൽഫബറ്റ് വരെ അവൻ ഞങ്ങൾക്ക് പിന്തുണയായിട്ടുണ്ടായിരുന്നു. ഇനിയും അവൻ്റെ ആഗ്രഹമനുസരിച്ച് ഞങ്ങൾ ഇത് വീണ്ടും തുടരുകയാണ്. ഇ എന്ന ആൽഫബറ്റിലാണ് അടുത്ത തുടക്കം. അപ്പോൾ നമുക്കതിലേക്ക് കടക്കാം. ഈ ഒന്നാമത്തത് ഈച്ച് വൺ. ഇത് സൂചികാമുഖം എന്ന ഹസ്തമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. രണ്ട് വിധത്തിൽ ഇത് കാണിക്കാം. ഒന്ന് റൈറ്റ് ഹാൻഡിൽ സൂചികാമുഖം പിടിച്ചുകൊണ്ട്, രണ്ടാമത്തത് രണ്ട് കൈകളിലും സൂചികാമുഖം പിടിച്ചുകൊണ്ട് കാണിക്കുന്നു. അടുത്തത് ഈഗർ, ആഗ്രഹം എന്നത്. ഈഗർ ആഗ്രഹം എന്നും അത്യാഗ്രഹത്തിനും ഇതേ മുദ്രയാണ്, മുദ്രാഖ്യമാണ് ഉപയോഗിക്കുന്നത്. ആഗ്രഹം എന്ന് ഉള്ളതിന് ഒരു തവണയേ കാണിക്കുള്ളൂ. എന്നാൽ അത്യാഗ്രഹം എന്ന് കാണിക്കുമ്പോൾ 2-3 തവണ മുദ്രാഖ്യത്തിൽ കാണിക്കുന്നു. അടുത്തത് ഇയർ. ഇരു കൈകളിലും മുദ്രാഖ്യം പിടിച്ചിട്ട് സൂചികാമുഖത്തിലേക്ക് വിടുന്നു. ഇയർ റിംഗ്. ഇരു കൈകളിലും കടകമാണ് ഉപയോഗിക്കുന്നത്. എർത്ത്. രണ്ട് കൈകളിലും പതാകഹസ്തം പിടിച്ച് ചെയ്യുന്നു. ഈറ്റ്. ഇടത് കൈയിൽ ഹംസപക്ഷം പിടിക്കുന്നു. വലത് കൈയിൽ ഹംസപക്ഷം പിടിച്ചതിന് ശേഷം മുകുളം പിടിച്ച് വിടുന്നു. എഡ്യൂക്കേഷൻ. ലെഫ്റ്റ് കൈയിൽ കർത്തരീമുഖം, അത് ഗ്രന്ഥം എന്ന് കാണിക്കുന്നതിനാണ്. റൈറ്റ് കൈയിൽ അറിവ് എന്ന് കാണിക്കുന്ന മുദ്രാഖ്യം ഉപയോഗിക്കുന്നു. ഈഗോ. അരാളഹസ്തമാണ് ഇതിനുപയോഗിക്കുന്നത്. എലഫൻറ്റ്. ഇരു കൈകളിലും മുഷ്ടി പിടിച്ചതിന് ശേഷം പതാകത്തിലേക്ക് വിട്ടുകൊണ്ട് എലഫൻറ്റ് എന്ന് കാണിക്കുന്നു. ഇലഫൻസ് ഇയേഴ്സ്, ആനച്ചെവി. രണ്ട് കൈകളിലും പതാകം ഹസ്തം ഉപയോഗിക്കുന്നു. എലഫൻസ് ഫോർഹെഡ്. ഇരു കൈകളിലും കർത്തരീമുഖമാണ് ഉപയോഗിക്കുക. എലഫൻസ് ട്രങ്ക്. വലത് കൈയിൽ കടകാമുഖം പിടിക്കുന്നു. എലഫൻസ് ടസ്ക്. ഇരു കൈകളിലും അരാളഹസ്തം ഉപയോഗിക്കുന്നു. എംബ്രേസ്. ഇത് രണ്ട് വിധം കാണിക്കാം. വാത്സല്യത്തോടെ കൊച്ചുകുട്ടികളെ ആലിംഗനം ചെയ്യുന്നത് ഹംസപക്ഷം ഉപയോഗിച്ച്, മറ്റത് മുഷ്ടിയിൽ നിന്നും ഹംസപക്ഷത്തിലേക്ക് വിട്ടുകൊണ്ട്. എമിനൻറ്റ്. ആദ്യം ഹംസപക്ഷം പിടിച്ചതിന് ശേഷം രണ്ട് കൈകളിലും ഹംസപക്ഷം പിടിച്ച ശേഷം ഇടതുകൈയിൽ മുദ്രാഖ്യം, ലെഫ്റ്റിൽ മുദ്രാഖ്യവും റൈറ്റിൽ അർദ്ധചന്ദ്രവും പിടിക്കുന്നു. ഇത് എമിനൻറ്റ് ലേഡി എന്നാവുമ്പോൾ ഇതേ ഹസ്തം തന്നെ മുദ്രാഖ്യത്തിന് പകരം
കടകം പിടിച്ച് ചെയ്യുന്നു. ഇമോഷൻ ലെഫ്റ്റ് കൈയിൽ മുദ്രാഖ്യം പിടിച്ച് റൈറ്റിൽ മുകുളവും അതിൽ നിന്ന് പൂർണ്ണനാഭത്തിലേക്കും തിരിക്കണം. അടുത്തത് എൻഡ്. ഇരു കൈകളിലും ഹംസപക്ഷം പിടിച്ചുകൊണ്ട് കർത്തരി മുഖത്തിലേക്ക് മാറ്റുക.